അവിടുന്ന് തുടങ്ങി. ആ തുടങ്ങിയിരിക്കുന്ന കൗൺസിലിംഗ് ആണ് സമ്മേളന നഗരിയിലെത്തിയത്. സമ്മേളന നഗരിയിൽ ഈ കുട്ടിയുടെ മാതാവിനോട് പറഞ്ഞെന്താ, ഇത് കണ്ണേറ് പറ്റിയതാണ്, ചികിത്സ പറഞ്ഞു കൊടുത്തു. പക്ഷെ ആ കുട്ടിയുടെ വീട്ടുകാർ കുറച്ച് ബോധമുള്ളവരാ, അവര് രണ്ടും കേൾക്കാറുണ്ട്. അതുകൊണ്ട് അവരുടെ മഹല്ലിലുള്ള ഖത്തീബ്, ഇവിടെ ഇടയ്ക്ക് മദീനത്തുൽ ഉലൂമിൽ അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടിരുന്നു. ആ ഖത്തീബ് കുറച്ചു കാലം. ആ മഹാൻ അവരോട് ചോദിച്ചു, കണ്ണേറ് ഫലിക്കോന്ന്? ആ ഫലിക്കും. അപ്പൊ ഇയാൾ ചോദിച്ചു, അല്ല ഉസ്താദെ, എങ്ങനെയാണത് അറിയാം? കണ്ണേറ് ഫലിച്ച എങ്ങനെ അറിയും? മറുപടിയില്ല. അവസാനം മുമ്പ് പറഞ്ഞെന്താ അറിയും, നിങ്ങൾ ഈ സർക്കസിൽ തീന്റെ വളയത്തിന്റെ ഉള്ളിലൂടെ സിംഹത്തെ ചാടിക്കുന്ന പോലെ എന്നെ ചാടിക്കാൻ ശ്രമിക്കുകയാണ് എന്ന് പറഞ്ഞാൽ മറുപടി ഇല്ലാത്തർത്ഥം. അപ്പൊ എന്താ അയാൾ പറഞ്ഞു? അയാൾ ഒരു മറുപടി പറഞ്ഞു. മറുപടി ഒന്നുമല്ല, അത് അദൃശ്യമാണ്. കണ്ണേറ് പറ്റിയതാണോ അല്ലേ എന്നുള്ള അറിവ് അദൃശ്യമാണ്. അദൃശ്യം അറിയുന്നവർ മനുഷ്യർക്കിടയിലുണ്ടോ എന്ന ചോദ്യത്തിനാണ് അദ്ദേഹം വേർത്തു പോയത്. കുറച്ചുകൂടി മുന്നോട്ട് പോയി അടുത്ത മഹല്ലിലെ ഖത്തീബിനെ വിളിച്ചു. അയാൾ പറഞ്ഞു, കണ്ണേറ് ഫലിക്കും, പ്രതിവിധിയുമുണ്ട്. എന്താ പ്രതിവിധി? ആരെ കണ്ണാണോ തട്ടിയത് അവനെ കുളിപ്പിച്ച് ആ വെള്ളം കൊണ്ട് കണ്ണേറ് തട്ടിയ ഈ കുട്ടിയെ കുളിപ്പിക്കണം. ഞാനിത് ചേളാരി നടന്ന മലപ്പുറം വെസ്റ്റ് ജില്ലാ സമ്മേളനത്തിൽ പ്രസംഗിച്ചിരുന്നു. വിശദമായി പറഞ്ഞിട്ടില്ല, ചെറിയൊരു സൂചന. അതിന്റെ പേരിൽ കുറെ ആളുകൾ കരിമ്പുലാക്കൽ കളവ് പറയുകയാണ് എന്നൊക്കെ പ്രചരിപ്പിച്ചു. പക്ഷേ സമ്മേളന നഗരിയിൽ ഉണ്ടായ അനുഭവം ഈ വീട്ടുകാർ നേർക്ക് നേരെ വിവരിച്ചോടുകൂടി എല്ലാവരും മാറത്തുടങ്ങി. ഇപ്പോ അവസ്ഥ എന്താ? എന്റെ കയ്യിലുള്ളത് ഇവിടെ സൗദി അറേബ്യ നടക്കുന്നൊരു സാധനം, ഇസ്ലാമിക പാഠങ്ങൾ. ഇസ്ലാമിക പാഠങ്ങൾ മക്കയിലാണ് വിതരണം ചെയ്യുന്നത്. ഇതില് കണ്ണേറിന്റെ ലക്ഷണം പറയുന്നുണ്ട്, എന്താ ചികിത്സ എന്നും പറയുന്നുണ്ട്. ലക്ഷണം എന്തൊക്കെയാണ്? കണ്ണേറും അതുപോലെയുള്ളതും ബാധിച്ചതിന്റെ അടയാളങ്ങൾ. മതപരമായ മന്ത്രവും വൈദ്യശാസ്ത്രവും തമ്മിൽ വൈരുദ്ധ്യമില്ല. അതിനാൽ ഖുർആനിലെ ശാരീരികവും ആത്മീയവുമായ രോഗങ്ങൾക്കുള്ള ചികിത്സയുണ്ട്. അവയവ സംബന്ധമായ രോഗങ്ങളിൽ നിന്ന് സുരക്ഷിതനായ വ്യക്തിയിൽ രോഗം പ്രകടമാവുന്നത് മിക്കവാറും ഇങ്ങനെയായിരിക്കും. എങ്ങനെ? ഇടയ്ക്കിടെ വരുന്ന തലവേദന, മുഖത്ത് മഞ്ഞ നിറം, മൂത്രമൊഴിക്കലും വിയർക്കലും അധികമാവുക, ഭക്ഷണത്തിനോട് ആഗ്രഹം കുറയുക, വിരലുകളിൽ തരിപ്പോ തണുപ്പോ ചൂടോ അനുഭവപ്പെടുക, ഹൃദയത്തിൽ പിടച്ചിട്ടോന്നുക, മുതുകിന്റെ താഴ്ഭാഗം ചുമലുകളിലും മാറിക്കൊണ്ടിരിക്കുന്ന വേദന, നെഞ്ചിൽ തടസ്സവും വിഷമവും ഉണ്ടാവുക, രാത്രിയിൽ ഉറക്കമില്ലായ്മ, സ്വാഭാവികമല്ലാത്ത കോപമോ ഭയമോ ഉണ്ടാവുക, അമിതമായി ഏമ്പക്കം വരിക, തിന്നിട്ടേ ഒറ്റപ്പെട്ടു കഴിയാനുള്ള താല്പര്യം, അലസത, ഉറങ്ങാനുള്ള ആഗ്രഹം തുടങ്ങിയ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് രോഗലക്ഷണങ്ങളാണ്. ഏത് രോഗത്തിന്റെ? കണ്ണേറ് ബാധിച്ചാൽ ഉണ്ടാകുന്ന രോഗത്തിന്റെ. എന്നിട്ട് ചികിത്സ എന്താന്ന് പറയുന്നത്? ചികിത്സ, കണ്ണുവെച്ച ആളെ അറിയാമെങ്കിൽ അവനോട് കുളിക്കാൻ പറയുകയും ആ വെള്ളമെടുത്ത് കുളിക്കുകയും ചെയ്യുക. അല്ലെങ്കിൽ അവൻ കുടിച്ചതിൻ്റെയോ തിന്നതിൻ്റെയോ ബാക്കി സ്പർശിച്ച വല്ലതുമോ എടുക്കുക. എന്നിട്ട് അതിൽ വെള്ളം ചേർത്ത് കണ്ണേറ് ബാധിച്ചവൻ കുടിക്കുകയും ചെയ്യുക. കഷായം 3 നേരം തേനിൽ ചാലിച്ചു കൊടുക്കുക. പിന്നെ കുറെ ഉണ്ട്, അത് ഇനി ബാക്കി നമ്മുടെ ഇഫ്തുർ റഹ്മാൻ പറയും. അയാൾ ഞങ്ങളുടെ ഇൻവെസ്റ്റിഗേഷനിലുള്ള ആളാണ്. അതുകൊണ്ട് കണ്ണേറ് ബാധിച്ചാൽ എന്താണ് ചികിത്സ, എങ്ങനെയാണ് കുളിക്കേണ്ടത്, എങ്ങനെയാണ് കുളിപ്പിക്കേണ്ടത്, ഏതൊക്കെ ഭാഗങ്ങളാണ് കുളിപ്പിക്കേണ്ടത്, എങ്ങനെ പിഴിഞ്ഞു ചേർത്ത് ഔഷധ വീര്യമുള്ളതാക്കി മാറ്റണം, ഇതൊക്കെ കേൾക്കാൻ മനോഹരമല്ലെങ്കിലും കാതും കണ്ണും പൊത്തേണ്ടതുണ്ടെങ്കിലും കേൾക്കാൻ വിധിക്കപ്പെട്ടവരാണ് നമ്മൾ. ഇഫ്തുർ റഹ്മാൻ സക്കരിയുടെ ഭാഷയിലെ സലഫിയത്ത് വിടാത്ത മഹോന്നതനായ പണ്ഡിതൻ അദ്ദേഹം പറയുന്നു, കേൾക്കാൻ കുറച്ച് വിരസത ഉണ്ടാവും, പക്ഷെ കേൾക്കെല്ലാം നിർവാഹമല്ല. ഒന്ന് കേട്ടോ. ഉദാഹരണമായിട്ട് ഇപ്പൊ എന്തെങ്കിലും ഒരാൾ പറഞ്ഞു ഉടനെ എന്തെങ്കിലും അസുഖം സംഭവിച്ചു, അല്ലെങ്കിൽ
പോലെ പറഞ്ഞ ഉടനെ സംഭവിക്കും. അങ്ങനെ ആകുമ്പോൾ എന്താ പറയുക, ഇന്ന ആളെന്താ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. അല്ലെങ്കിൽ സംശയമുണ്ട്, ഇന്ന ആൾക്കാണ് സംശയമുണ്ട്. അങ്ങനെ വരുമ്പോൾ എന്താ അവരോട് പോയിട്ട് പറയാം. ഇതിനുള്ള ചികിത്സ കാര്യങ്ങള്, അതിനുള്ള ചികിത്സ, അയാള് ഒതുകൊടുത്ത വെള്ളം, ശരിക്കും അതിന് ഒതുവല്ല, നമ്മൾ സാധനം എടുക്കുന്ന ഒതുണ്ടല്ലോ, ശരിക്കും എടുക്കുന്ന ഒതു, അതല്ല ഒതു. അതിന് കുളിക്കാന്ന് പറയാറുണ്ട്, കുളിച്ച വെള്ളം എന്ന് പറയാറുണ്ട്. കുളിക്കാൻ ആവശ്യപ്പെട്ട കുളിക്കണം എന്നാണ് റസൂലിന്റെ ഹദീസിലുള്ളത്. ഓതു കൊടുക്കാൻ പറഞ്ഞാൽ ഓതു കൊടുക്കണം എന്നാണ് മറ്റൊന്നുള്ളത്. വാസ്തവത്തിൽ എങ്ങനെ ചിലത് വിശദീകരിക്കുന്നുണ്ട്. ഇത് സുനൽ ബൈഹഖിയില് ഈ ഇതിലൊക്കെ ഈ പിന്നെ കുളിയുടെ രൂപം വിശദീകരിക്കുന്നുണ്ട്. അത് ഇമാം സുഹരിയിൽ നിന്നാണ്. ഇമാം സുഹരിയിൽ നിന്ന് അബൂ ശിഹാബ് സുഹരി അദ്ദേഹം പറയാണ്, അവർ സ്കോളർ ഡിസ്ക്രൈബ്, അവരുടെ പണ്ഡിതന്മാര്, നമ്മുടെ പണ്ഡിതന്മാർ, ഇമാം സുഹരിയുടെ ഒക്കെ പണ്ഡിതന്മാര്, മനസ്സിലായില്ലേ? ഇതാണ് സലഫു സാലിഹ്യങ്ങൾ എന്ന് പറയുന്നത്. സലഫു സാലിഹ്യങ്ങൾ നിന്ന് എടുക്കണം നമ്മൾ പറയുന്നത്. അതുകൊണ്ടാ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ സനദോട് സ്ഥിരപ്പെട്ടിട്ട്, സനദോട് സ്ഥിരപ്പെട്ടിട്ടില്ല, ഇത് സനദോട് സ്ഥിരപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് റസൂല് കുളിക്കണം എന്ന് പറഞ്ഞു, ഓതെടുക്കണം എന്ന് പറഞ്ഞു. ആ കുളിയും ഓതെടുക്കലും നിങ്ങൾ ഏതെടുക്കും? നിങ്ങൾ സാധാരണ ലക്ഷ്യത്തിട്ടില്ല കുളിക്കുവോ, അതോ നമ്മൾ സാധാരണ ഓതെടുക്കുവോ, അതൊതെടുക്കോ? ഞാൻ തടുക്ക. കാരണം എന്താ, ഇത് ഇമാം സുഹരിയെ പോലെയുള്ള ഇമാമുകൾ അവരുടെ പണ്ഡിതന്മാർ പഠിപ്പിച്ചത് ഇതിന് വിശദീകരിക്കുന്നുണ്ട്. ഇതടുക്ക. പല ആളുകൾക്ക് ഇതെടുത്തിട്ട് എഫക്ട് കണ്ടിക്കണം, മനസ്സിലല്ലോ. അപ്പോ ഇമാം സുഹരി പറയാണ്, അവർ സ്കോളേഴ്സ് ഡിസ്ക്രൈബ്ഡ് ദ ടേക്കിംഗ് ഓഫ് ബാത്ത് ആസ് ദിസ്. ഈ രീതിയിലാണ് നമ്മുടെയൊക്കെ പണ്ഡിതന്മാർ നമുക്ക് ഇങ്ങനെ ഈ കണ്ണ് നേറാൽ അത് രോഗിന്റെ മേലെ ഒഴിക്കാൻ വേണ്ടി കുറച്ച് വെള്ളത്തിൽ കുടിച്ച വെള്ളം കൊടുക്കണം, അല്ലെങ്കിൽ ഓതെടുത്ത വെള്ളം കൊടുക്കണം എന്നുള്ള ഹദീസ് ഉണ്ടല്ലോ, അത് വിശദീകരിച്ചുകൊണ്ട് നമ്മുടെയൊക്കെ പണ്ഡിതന്മാർ ഈ കുളിയെ, ആ ഗുസ്ല് ഇങ്ങനെയാണ് എന്നാണ് നമുക്ക് അവർ വിശദീകരിച്ച്. എങ്ങനെ? എ കണ്ടെയ്നർ ഓഫ് വാട്ടർ ഇസ് ടു ബി ഗിവൺ ടു ദ വൺ ഹൂ കാസ്റ്റ് ദ ഈവിൾ ഐ. ആരുടെ കണ്ണാണ് തട്ടിയെന്ന് നമുക്ക് ഉറപ്പുള്ളത് അല്ലെങ്കിൽ സംശയിക്കുന്നത്, അദ്ദേഹത്തിന് കുറച്ച് വെള്ളം കൊടുക്കുക, ഒരു ബക്കറ്റിലൊക്കെ ഒരു പാത്രത്തിലൊക്കെ കുറച്ച് വെള്ളം കൊടുക്കുക. എന്നിട്ട് അയാളെ കണ്ട് കുളിക്കാൻ പറയാം, അല്ലെങ്കിൽ ഇതിരിക്കുക. അയാൾ എങ്ങനെയാ പഠനം പഠിപ്പിച്ചു കൊടുക്കുക? കേന്നമാനോട് നടക്കലല്ല, ആ കുളിയൊക്കെ ഒന്ന് പഠിച്ച് മനസ്സിലാക്കുക. അതെങ്ങനെയാണ്? ഹി ഷുഡ് കപ്പ് ഹിസ് ഹാൻഡ്, അതില് കൈയിട്ട് കണ്ട് വെള്ളം കോരിയെടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യാ? വായിലെടുക്കുക. വായില് വെള്ളം കൊപ്പളിച്ചിട്ട് അയക്കന്നെ തുപ്പുക. ഇവിടെ തുപ്പി വെള്ളം, തുപ്പി വെള്ളൊക്കെയാണ് ഇപ്പോ ചികിത്സ. ഇവിടെ വീരാളി ജമാഅത്തിനെ വിളിക്കുക. ഇവിടത്തെ കാര്യം ഇതിനെ കളിയാക്കി പറഞ്ഞേ. അതെന്തിയറിയോ? മടവീരാളി ജമാഅത്തിനെ പല്ലിയൊക്കെ ഇറക്കില്ല. മൂമിനികളാരും പല്ലിയേക്കണം, മൂമിനികളാരും പല്ലിയേക്കണം. 5 നേരം നിൽക്കലോ, അതിന്റെ മുമ്പൊക്കെ ഒന്ന് ബ്രഷ് ചെയ്യാം. എന്താണ്? റസൂൽ ഇഷ്ടപ്പെട്ട സംഗതിയായിരുന്നു. റസൂൽ പറയാൻ എന്റെ ഉമ്മത്തിന് ബുദ്ധിമുട്ടാവില്ലായിരുന്നു, ഞാൻ കൽപ്പിക്കുമായിരുന്ന. മനസ്സിലല്ലോ? അതൊക്കെ ഒരു ബുദ്ധിമുട്ട് സ്വഭാവത്തിലുണ്ടാവും. അപ്പൊ പിന്നെ അവന്റെ തുപ്പിയാലും അവന്റെ തുപ്പത്തിന്റെ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. നിങ്ങളെ ബുദ്ധനമായിരുന്നു ആറൂല. മനസ്സിലല്ലേ? അപ്പൊ അതുകൊണ്ട് പിന്നെ വെള്ളം പുറത്ത് കളരുത്. പിന്നെ ഈ ബക്കറ്റ് പ്രത്യേകം ശ്രദ്ധിക്കണം. ബക്കറ്റ് എവിടെ ബക്കറ്റ് നിലത്ത് വെക്കരുത്. ഈ ബക്കറ്റ് നിലത്തല്ല വെക്കേണ്ടത്. ഈ ബക്കറ്റ് എന്തെങ്കിലും ഒരു സ്റ്റൂളോ അല്ലെങ്കിൽ ഒരു പലയോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് അതിന്റെ മുകളിലായി ബക്കറ്റ് വെക്കേണ്ടത്, നിലത്ത് വെക്കരുത്. എന്താ വെക്കരുത്? അത് വെക്കരുത് തന്നെയാണ്, അത് വെക്കരുത് തന്നെയാണ്. മനസ്സിലല്ലേ? അത് ആദ്യം ഈ വെള്ളം കുറച്ച് വെള്ളം എടുക്കുക, അതിൽ വെള്ളം ഒരു തവണ കൊപ്പളിച്ചിട്ടായിരിക്കും എന്നെ തുപ്പുക. 2 വെള്ളം എടുത്തിട്ട് എന്ത് ചെയ്യാ? മുഖം കഴുകുക. 3 ഇടത്തെ കൈ കൊണ്ട് വെള്ളം കോരിയിട്ട് വലത്തെ കൈയിന്റെ ഉള്ള കൈയിന്റെ മനസ്സിലല്ലേ അവിടെ കഴുകുക. എന്നിട്ട് ഉള്ള കൈയിന്റെ അത് കൈപ്പത്തി നോക്കണ്ടല്ലേ നമ്മൾ വാച്ച് കിട്ടുന്നത്, അതുവരെ കൈ കഴുകുക. എന്നിട്ട് അത് ആദ്യം ചെയ്യേണ്ടത് ഇടത്തെ കൈ കൊണ്ട് വെള്ളം കോരിയിട്ട് വലത്തെ കൈ കഴുകുക. പിന്നെ വലത്തെ കൈ കൊണ്ട് വെള്ളം കോരിയിട്ട് ഇടത്തെ കൈ കൊണ്ട് കഴുകുക. ഇതിന് കഴിഞ്ഞതിന് ശേഷം ഇടത്തെ കൈ കൊണ്ട് വീണ്ടും വെള്ളം കോരിയിട്ട് കൈ മുട്ട് വരെ കഴുകുക. ഏത്? വലത്തെ കൈ. എങ്ങനെ? ഇടത്തെ കൈ കൊണ്ട് വെള്ളം കോരിയിട്ട് വലത്തെ കൈയിന്റെ മുട്ട് വരെ കഴുകുക. പിന്നെ വലത്തെ കൈ കൊണ്ട് വെള്ളം കോരിയിട്ട് ഇടത്തെ കൈയിനെയും അതുപോലെ മുട്ട് വരെ കഴുകുക. പിന്നെന്ത് ചെയ്യാ? ഇടത്തെ കൈ കൊണ്ട് വെള്ളം കോരിയിട്ട് വലത്തെ കാലിന്റെ അടിഭാഗം ഈ ഇവിടെ നിരണിക്ക് താഴെ കഴുകുക. എങ്ങനെ? ഇടത്തെ കൈ കൊണ്ട് വെള്ളം കോരിയിട്ട് വലത്തെ
കാലിന്റെ നെരിയാണിന്റെ താഴെ ഭാഗം കഴുകുക. എന്നിട്ട് അതിനുശേഷം വലത്തെ കൈ കൊണ്ട് അതൊക്കെ എന്തെങ്കിലും ബക്കറ്റ് കാണും, കാല് പൊക്കി ഇതേമാതിരി കയ്യ് കാണിച്ച് കാലൊക്കെ അതിന്റെ മുകളിൽ പൊക്കിട്ടാ ചെയ്യാൻ. പിന്നെ എന്ത് ചെയ്യാ, വലത്തെ കൈ കൊണ്ട് വെള്ളം കോരിട്ട് ഇടത്തെ കാലിന്റെ നെരിയാണിക്ക് താഴെ കഴുകുക. പിന്നെന്ത് ചെയ്യാ, ഇടത്തെ കൈ കൊണ്ട് വെള്ളം കോരുക, എന്നിട്ട് വലത്തെ കാലിന്റെ മുട്ടിന്റെ താഴെ കഴുകുക. ഇതൊക്കെ ഓരോ തടഞ്ഞു മതി. എങ്ങനെ, ഇടത്തെ കൈ കൊണ്ട് വെള്ളം കോരിട്ട് വലത്തെ കാലിന്റെ മുട്ട് വരെ കഴുകുക. പിന്നെന്ത് ചെയ്യാ, പിന്നെ വലത്തെ കൈ കൊണ്ട് വെള്ളം കോരിട്ട് ഇടത്തെ കാലിന്റെ മുട്ടിന്റെ താഴത്ത് കഴുകുക. എന്നിട്ട് എന്ത് ചെയ്യാ, അതിനുശേഷം വെള്ളം കയ്യിൽ നനച്ചിട്ട് ശരീരത്തോട് ഏറ്റവും ഒട്ടിച്ചേർന്ന വസ്ത്രം ഉണ്ടാവും, അത് ലിസാർ എന്നാണ് എഴുതിയിട്ടുള്ളത്. ആ ലിസാറിന്റെ എന്താണ് അടിവസ്ത്രം ഉണ്ടല്ലോ ലിസാർ, ഈ ലിസാറിന്റെ ശരീരത്തോട് ചേർന്നൊരു ഭാഗമാണ് അരക്കെട്ട്. ഇവിടെ ഇങ്ങനെ അലാസ്റ്റിക്കും ബെൽറ്റും ഒക്കെ ഇട്ടിട്ട് ആ ഭാഗം ടൈറ്റ് നിൽക്കുമല്ലോ, ആ ഭാഗത്തിന്റെ ഉള്ളിലൂടെ ഇങ്ങനെ തടവുക. ഒറ്റ കൈകൊണ്ട് ഇങ്ങനെ ചുറ്റുഭാഗത്ത് കൂടെ തടവിയാൽ, ഉള്ളിലൂടെ പുറത്തുകൂടെ അല്ല, ഉള്ളിൽ കൂടെ ഇങ്ങനെ തടവിയിട്ട് ആ കയ്യിൽ മുക്കുക. ഇതാണ് ഗുസ്ല്. എന്നിട്ട് ഈ വെള്ളം ചെയ്യാ, ഈ വെള്ളമാണ് രോഗിയുടെ തലയിൽ കൂടെ ഒഴിക്കുക. എങ്ങനെ, പിൻഭാഗത്ത് നിന്ന്. എന്താ മുന്നിൽ വെച്ചാ മുന്നിൽ നിൽക്കാൻ പറ്റൂല. പിന്നിൽ പറഞ്ഞാൽ മുന്നിന്നല്ല, പിന്നിൽ നിന്ന് രോഗിയുടെ തലന്റെ മുകളിൽ കൂടെ ഒഴിക്കുക. എന്ത്, ഒന്നും ചൊല്ലേണ്ടതായിട്ടില്ല, ഈ നെയ്യത്ത് മനസ്സിലുണ്ടായിരിക്കണം. ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാ അള്ളാഹുവിന്റെ ഇതിനോട് കൂടിയിട്ട് കണ്ണ് ഏറ്റിട്ടുണ്ടെങ്കിൽ അതാണ് പോകും. ഇപ്പൊ കുളി എങ്ങനെ നിങ്ങൾക്ക് അപ്പോ കണ്ണേറിനെ കുറിച്ച് കരുമ്പുലാക്കൽ പറഞ്ഞ കളവല്ല എന്ന് ബോധ്യപ്പെട്ടല്ലോ. ഇയാളുടെ ചിത്രം കാണാത്തത് വെറുതെ അല്ല, ചിത്രം വെക്കലും വരക്കലും ഫോട്ടോ എടുക്കലും ഇയാൾക്ക് ഹറാമാണ്. അതുകൊണ്ടാ ഈ മാതിരി ഏത് തോന്നിയാസു ഹലാലും. നിങ്ങൾ ചിരിച്ചല്ലോ, എനിക്ക് ചിരിയല്ലോ, എനിക്ക് കരച്ചില വന്നത്. കാരണം മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പേരിലായി പറഞ്ഞത് ഇതാണ് പോലും സലഫിയത്ത്, സലഫി മൻഹജ്, സലഫി ആദർശം. എന്തൊക്കെ ഞങ്ങൾ പഠിച്ചു. ഞാൻ പറഞ്ഞ പോലെ തന്നെ കണ്ണേർ ഇവിടെ നിങ്ങൾ നോക്കിയാൽ സുഹൈർ പറഞ്ഞല്ലോ, ആ തെങ്ങുമേൽ നിറയെ തേങ്ങണ്ട്. ഓ എത്ര തേങ്ങ എന്ന് പറയുമ്പോഴേക്ക് അത് മുമ്പോട്ട് കൊഴിഞ്ഞു വീഴ. ഒരു മാവിലിങ്ങനെ മാങ്ങ, ഇല കാണുന്നില്ലല്ലോ, അതിനത്ര മാങ്ങ ഉണ്ട്, അപ്പോഴേക്ക് മാങ്ങ കംപ്ലീറ്റ് വീഴ. ഒരു ബിൽഡിംഗാണ് നോക്കിയിട്ട് എന്താണ് അതിൻ്റെ ബീമിൻ്റെയും ഫില്ലറിൻ്റെ ഒക്കെ ഒരു വലിപ്പം, ഓ അപ്പോഴേക്ക് പൊടിഞ്ഞു വീഴുക. ആരോഗ്യമുള്ള മനുഷ്യങ്ങൾ നടന്നു പോകുമ്പോൾ എന്താ കൊണ്ടൊരു തണ്ടും തടിയും പറയുമ്പോഴേക്ക് കുഴഞ്ഞു വീഴുക. ഇതൊക്കെയാണ് കണ്ണേർ അറിഞ്ഞത്. ഈ കണ്ണേർ പറ്റിയാൽ പറ്റുമെന്ന് പറഞ്ഞു. പറ്റണമെങ്കിൽ എന്ത് വേണം? കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി, അഭൗതികമായി, അദൃശ്യമായി ഒരു മനുഷ്യനെ ഉപദ്രവിക്കുവാൻ സാധിക്കുന്ന ഏതോ ഒരു മനുഷ്യ പിശാചി ഭൂമിയിലുണ്ടെന്ന് പറയണം. അത് പറയാതെ സക്കരിയ പറഞ്ഞാലും അനസ് പറഞ്ഞാലും റഷീദ് പറഞ്ഞാലും ഈ പറഞ്ഞ ഹിഫ്ദുർ റഹ്മാൻ പറഞ്ഞാലും ആ കൂട്ടത്തിൽ ഇപ്പോൾ ഒളിച്ചോടിയ ശംസുദ്ദീൻ പറഞ്ഞാലും മുജാഹിദ് പറഞ്ഞാലും ഏത് പേരിൽ അറിയപ്പെടുന്ന ആര് പറഞ്ഞാലും മുജാഹിദ് പ്രസ്ഥാനത്തിലല്ല, ഇസ്ലാമിക സമൂഹത്തിൽ അവർക്ക് സ്ഥാനമില്ല. എന്നിട്ടേ കണ്ണേർ ഫലിക്കും പറയാൻ പറ്റുള്ളൂ. രണ്ട്, ഫലിച്ചതാണ് എന്ന് അറിയുന്ന ഒരാളുണ്ടെങ്കിൽ അയാൾ അദൃശ്യം അറിയുന്നവനാണ് എന്ന് പറയണം. അത് പറയുന്നവനും ഇസ്ലാമിന് സ്ഥാനമില്ല, പുറത്തു നിൽക്കാം. മൂന്ന്, കണ്ണേർ ഫലിച്ചാൽ അതിനുള്ള ചികിത്സ, അതാണ് ഏറ്റവും മാരകം. ആരെ കണ്ണാണോ തട്ടിയത് അവനെ കുളിപ്പിക്കുക. കുളിപ്പിക്കുമ്പോ നല്ല ഒരച്ച് കഴുകാം എല്ലാ സുപ്രധാന ഭാഗങ്ങളും. എന്താണ് സുഹൃത്തുക്കളെ,